ഹായ് അസ്സലാമു അലൈക്കും. ഇന്നൊരു സാമ്പാർ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിന് ആദ്യം നമുക്ക് തുവരപ്പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്, സാമ്പാർ പരിപ്പ്. അത് ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അത് ഒരു 3 വിസിൽ വരെയാണ് ഞാൻ വേവിച്ചത്. ഇനി ഇതിലോട്ട് നമുക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. 1 ഉരുളൻകിഴങ്ങ്, 2 ക്യാരറ്റ്, കുറച്ച് പച്ചക്കറികൾ മാത്രമേ ഞാൻ ഈ സാമ്പാറിൽ ചേർക്കുന്നുള്ളൂ. ക്യാരറ്റും ഉരുളൻകിഴങ്ങും, 2 പച്ചമുളകും, 1 തക്കാളിയും, ഒരു ചെറിയ പീസ് മത്തൻ ചെറുതായി നുറുക്കിയെടുത്തതും. ഇത്രയും ചേർത്ത് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ ഉപ്പും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഇത്രയും ഈ 2 ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ വരെ വേവിച്ചെടുത്താൽ മതി. ഇതിൽ വേറെ പൊടികളൊന്നും ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കടുകാണ് ചേർത്ത് കൊടുക്കുന്നത്. കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലോട്ട് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടേബിൾ സ്പൂൺ ഉലുവയും 5 ഉണക്കമുളകും 1 പിടി കറിവേപ്പിലയും ഇത്രയും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്ത് ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഉള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം വഴറ്റിയെടുക്കുക. പച്ചക്കറികൾ വേവിക്കുമ്പോൾ ഞാൻ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ഉള്ളി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, എരിവിനാവശ്യമായിട്ടുള്ള 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി നമുക്കിതിലേക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഈ പൊടികളുടെ എല്ലാം പച്ച സ്മെല്ല് പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിനു മുമ്പ് ഞാനൊരു സിമ്പിൾ സാമ്പാർ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ പോയി പെട്ടെന്ന് ഉണ്ടാക്കാം. 5 മിനിറ്റ് കൊണ്ട് കുക്കറിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാമ്പാർ റെസിപ്പിയാണ് അത്. ഇനി ഇതിലോട്ട് വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറിയതിനു ശേഷം ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പുളി പിഴിഞ്ഞ വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുക. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇത് നല്ല കുറുകിയിട്ടുള്ള കറിയായിരിക്കും, തിക്ക് രൂപത്തിലുള്ള സാമ്പാറായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ഇത് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലോട്ട് 1 പിടി മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.